കലൂർ സ്റ്റേഡിയം നവീകരണത്തിലെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ല എന്നാരോപിച്ച് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. കരാറോ പാരിസ്ഥിതിക അനുമതിയോ തേടാതെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അനധികൃതമെന്ന ഹർജിയിൽ. നിർമ്മാണത്തിന്റെ പേരിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. നിലവിലെ പ്രവൃത്തികൾ നിർത്തിവെക്കാനും രേഖകൾ ഹാജരാക്കാനും ഹൈക്കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് അഭിഭാഷകനായ വിനായക് സച്ചിനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അഹമ്മദ് മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? വിശദാംശം. അജി, ടെൻഡർ വിളിക്കാതെ സ്റ്റേഡിയം സ്വകാര്യ സ്ഥാപനത്തിന് കൈമാറി എന്നതുൾപ്പെടെയുള്ളതാണ് ഈ ഹർജിയിലെ ആവശ്യം. കരാറോ പാരിസ്ഥിതിക അനുമതിയോ തേടാതെയുള്ള നവീകരണ പ്രവൃത്തികൾ അനധികൃതമാണ്. മത്സരം തവണ ഷെഡ്യൂൾ ചെയ്ത മത്സരം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും സ്റ്റേഡിയത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണത്തിന്റെ പേരിൽ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റുന്നുണ്ട്. മാത്രമല്ല, ഈ പൊതുസ്വത്ത് BCDയുടെ കീഴിലുള്ള സ്റ്റേഡിയം ഒരു പൊതുസ്വത്ത് നടപടിക്രമങ്ങൾ പാലിക്കാതെ സ്വകാര്യ സ്ഥാപനം കൈമാറുന്നത് തന്നെ നിയമലംഘനമാണ് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവോ കരാറോ പൊതുമധ്യത്തിൽ ലഭ്യമല്ല. ഏത് തരത്തിലാണ് ഇത് കൈമാറ്റുന്നത് സംബന്ധിച്ച് ഒരു രേഖയും ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, രേഖകൾ തേടി കത്ത് നൽകിയെങ്കിലും അതിന് അനുസൃതമായ വിവരാവകാശ രേഖകൾ പ്രകാരം കത്ത് നൽകിയെങ്കിൽ പോലും മറുപടി ലഭിച്ചിട്ടില്ല. നടപടിക്രമങ്ങൾ പ്രത്യേകമായി സുതാര്യ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് സുതാര്യമായ ടെൻഡർ നടപടിക്രമങ്ങൾ പാലിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകണം. മാത്രമല്ല, ഈ പ്രവർത്തികൾ 70 കോടി രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഓഡിറ്റ് NITയോ അല്ലെങ്കിൽ മറ്റു ഏജൻസികളെ പോലെയുള്ള ഒരു സ്വതന്ത്ര സമിതിയെ ഓഡിറ്റിന് വേണ്ടി നിയോഗിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ കരാറുകളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തണം. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ സ്വകാര്യ സ്ഥാപനത്തിന് സ്റ്റേഡിയം കൈമാറിയതും സ്പോൺസർഷിപ്പും ഉൾപ്പെടെ റദ്ദാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹർജിയിലുള്ളത്. എന്തായാലും നിലവിലെ പ്രവർത്തികൾ നിർത്തിവെക്കാനും രേഖകൾ ഹാജരാക്കാനും ഹൈക്കോടതി ഇടപെടൽ തേടിക്കൊണ്ടാണ് അഭിഭാഷകനായ വിനായക് സച്ചിൻ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. ശരി, മുജിതബയാണ് വിവരങ്ങൾ നൽകിയത്.